നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക അറിയിപ്പും കൂടി ഇതിന് കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കൽ, ആധാർ കാർഡിലെ ഫോട്ടോ, അഡ്രസ്സ്, മറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യൽ എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാൻ പോകുന്നത്. ഡിസംബർ 30 മുമ്പായി തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, പെൻഷൻ അറിയിപ്പുകൾ മുതലായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ, പ്രത്യേകിച്ചും മുഴുവൻ ആധാർ കാർഡ് ആളുകളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആധാർ കാർഡ് നിർബന്ധമായും 10 വർഷം കൂടുമ്പോൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. 30 വയസ്സ് 20 വയസ്സുള്ള ആളുകളെല്ലാം ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ 10 വർഷമായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ 20 വയസ്സിനോ അല്ലെങ്കിൽ 30 വയസ്സിനോ എടുത്ത ആധാർ കാർഡായിരിക്കാം. അവർ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. പല ആവർത്തി സർക്കാർ ഇതിന് സമയം തന്നതിനാൽ ഇപ്പോൾ സൗജന്യമായി തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ വെറും 50 രൂപ കൊടുത്താൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആധാറിൽ പേരുള്ള കറക്റ്റ് അതുപോലെ പേരുള്ള വേറെ ഫോട്ടോയുള്ള രേഖയുമായി ചെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവർക്ക് തുടർന്നുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധിക്കും. പെൻഷൻ, അതുപോലെ തന്നെ പുതിയ സിം എടുക്കൽ, മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും, ആധാർ അനിശ്ചിതമായ കാര്യങ്ങൾക്കും, ആധാറിലെ ഫോട്ടോ, അങ്ങനെ പല കാര്യങ്ങൾക്കും അത് അത്യാവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും ഈ ഒരു ഡിസംബർ 30 മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റർ വഴിയോ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ അത് അപ്ഡേഷനായി പൂർത്തിയാക്കുകയും അപ്രൂവൽ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ആധാറിലെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ആധാർ കാർഡ് എടുക്കാനുള്ള രേഖകളെക്കുറിച്ചാണ്. 5 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ജനന മാത്രം മതിയാകും. അതുപോലെ തന്നെ കൂടെ പോകുന്ന മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഇവ മാത്രം മതിയാകും. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരു അഫിഡവിറ്റ് കൂടെ അതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. 18 വയസ്സിന് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇപ്പോൾ അവർ 2 രേഖ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു ലോക്കൽ എൻക്വയറി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ആധാർ കാർഡ് ലഭിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞാൽ അവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും റേഷൻ സാധനങ്ങൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് അവർക്ക് ലഭിക്കുകയുള്ളൂ. അവരുടെ ഫിംഗർ പ്രിൻ്റ് അപ്പോൾ മാത്രമാണ് UID രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 5 വയസ്സിനും 15 വയസ്സിനും മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും അവർ 15 വയസ്സ് കഴിഞ്ഞാൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾക്ക് അത് നിർബന്ധമായി വരുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം അവർക്ക് സ്കൂൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും മുടക്കം വരുന്നുണ്ട്. അവർ നിർബന്ധമായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായി ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു കാര്യം നമ്മൾ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്ന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഫോട്ടോ മാറ്റാനുള്ള പ്രത്യേക അപേക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ 15 ദിവസം കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സിം എടുക്കാൻ, അതുപോലെ തന്നെ മസ്റ്ററിങ്, ഫോട്ടോ അനിശ്ചിതമായ ആധാർ കാർഡിൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആധാറിലെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. നിർബന്ധമായി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആധാർ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് ആധാർ സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങൾക്കും മൊബൈൽ നമ്പർ OTP അത്യാവശ്യമായി വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് തുടർന്ന് അതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാറിലെ OTP വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസികളെ ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആധാറിൽ നമ്മുടെ മെയിൽ ID കൂടി കൊടുക്കുക. എന്നാൽ നമ്മുടെ സിം നമുക്ക് നഷ്ടപ്പെട്ട് പോയാലും നമ്മുടെ മെയിലേക്ക് അതിൻ്റെ OTP മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആധാർ വേറെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ മുന്നറിയിപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ മെയിൽ ID കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന ആളുകൾ മെയിൽ ID കൂടി കൊടുക്കാൻ ശ്രമിക്കുക.
ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ഡിസംബർ 30 മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡിസംബർ 30 ശേഷം പുതിയ പല നിയമങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. ആധാർ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായി തന്നെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേഷൻ മറ്റു കാര്യങ്ങളെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.